മോളെ, ദേ ആരോ വിളിക്കുന്നു. സുപ്രിയേ, മോളെ, സുപ്രിയേ, മോളെ ഫോൺ. ഹലോ, സുപ്രിയല്ലേ? ഉണ്ട്. ആ, സാറായിരുന്നോ? അതെ. മോള് അപ്പുറത്തുണ്ട്, ഇപ്പൊ വരും. എന്തൊക്കെയുണ്ട് ആന്റി? സുഖം തന്നെ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ചുമ്മാതെ ഇവിടെ താമസിക്കുന്നതിന്റെ പ്രയാസേ ഉള്ളൂ. ചുമ്മാതെയാണോ? സുപ്രിയക്ക് കമ്പനി കൊടുക്കുന്നില്ലേ? എന്നാലും എത്ര ദിവസം വെച്ചാ? അതൊക്കെ ഞാൻ വന്നിട്ട് ആലോചിക്കാം. ആരാ ആന്റി? സാറാ. ഹരി, തന്റെ ഫോണിന് എന്ത് പറ്റി? ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. ചാർജ് തീർന്നതാണെന്ന് തോന്നുന്നു. എന്താ ഹരി ഈ സമയത്ത് വിളിച്ചത്? ഇതിപ്പോ ഫോൺ ചെയ്യാൻ ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ല, പതിവില്ലാത്തത് കൊണ്ട് ചോദിച്ചതാണ്. ഇവിടെ ഇരുന്നപ്പോ തോന്നി തന്നൊന്ന് വിളിക്കണമെന്ന്. ഇനിയിപ്പോ അസൗകര്യമായെങ്കിൽ വെച്ചേക്കാം. ഓ സോറി, ചോദിച്ചത് പിൻവലിച്ചു. എങ്ങനെയുണ്ട് പുതിയ അതിഥിയുടെ സഹവാസം? കൊള്ളാം, വലിയ വൃത്തിക്കാരിയാണ്. രാവിലെ കുളിച്ചിട്ടേ അടുക്കളയിൽ കയറാൻ പാടുള്ളൂ എന്നാണ് നിയമം. ഞാനും അത് ശീലിച്ചു. വെരി ഗുഡ്. അതിനവർക്ക് എന്റെ വകൊരു ക്ഷയിക്കാനുണ്ട്. ആ, ഹരി എന്നാ വരുന്നത്? സെക്കൻഡ് സാറ്റർഡേ വരാനിരുന്നതാ. ചിലപ്പോ അതിനു മുമ്പ് അങ്ങെത്തും. ഒരു ചെറിയ ന്യൂസ് ഉണ്ട്. ന്യൂസോ? അത് പറയാൻ കൂടി ഇപ്പൊ വിളിച്ചത്. കൺഫേംഡ് അല്ല, എന്നാലും എനിക്കൊരു പ്രൊമോഷനുള്ള ചാൻസ് ഉണ്ട്. ഓ, ഗുഡ് ന്യൂസ്. പറഞ്ഞില്ലേ, കൺഫേംഡ് അല്ല, എന്നാലും ഒരു സാധ്യതയുണ്ട്. ചിലപ്പോ സ്ഥലമാറ്റവും ഉണ്ടായേക്കാം. ആ, ശമ്പളത്തിൽ എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടാവും? ഉടനെ അതാണ് അന്വേഷണം. ആ, ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി അതിനെ പിണങ്ങണ്ട. ഓക്കെ. ചിലര് വന്നു കയറിയ അതിൻ്റെതായ ഒരു ഐശ്വര്യം വീട്ടിലുണ്ടാവുമെന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. ഇതാ ആന്റി വന്നതിന്റെ ഐശ്വര്യമാണ്. ആ, ഹരി വരുമ്പോ ആന്റിക്ക് എന്തേലും വാങ്ങിച്ചോണ്ട് വരണേ. ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് മറ്റാരോ ഉള്ളത്. പാവം. നോക്കട്ടെ, മറന്നില്ലെങ്കിൽ കൊണ്ടുവരാം. ആ, മറക്കാതെ ഇന്ന് തന്നെ വാങ്ങിവെക്കണം. ആ, പ്രമോഷൻ വാർത്ത അറിയിച്ചിട്ട് ഇനി എന്റെ വക അഭിനന്ദനം പറഞ്ഞില്ലെന്ന് വേണ്ട. കൺഗ്രാറ്റ്സ്. ശരി, ഞാൻ വെക്കുകയാണേ. ആ, ശരി. ആന്റി, 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 ഒരു നല്ല വാർത്തയുണ്ട്. ആ, ഹരിക്ക് പ്രമോഷൻ ആയത്രേ. ആഹാ. ഓർഡർ ആയില്ല, മിക്കവാറും ഉറപ്പാവും. ദൈവമേ, നന്നായിരിക്കട്ടെ. അയ്യോ, ദൈവമേ, ചതിച്ചോ? ഞാൻ എവിടെ പോയി വിളിക്കും? എന്റെ ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യാ? വിരുന്നുകാരുണ്ട് കേട്ടോ. വരൂ വരൂ ഡോക്ടർ. നമസ്കാരം. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? കൊള്ളാലോ. സന്ധ്യയെ ഉദയം ചോദിച്ചു കേട്ടില്ലേ? എന്താ മുന്നറിയിപ്പില്ല വന്നേന്ന്? ഫോർമാലിറ്റികളില്ലാത്ത ആള് തന്നെ ഇത് ചോദിക്കണം. ചോദ്യം സജിയോടായിരുന്നില്ല, ഇയാളുടെ പുതിയ ആളല്ല. എന്നാ സന്ധ്യയുടെ കാര്യം അതല്ലല്ലോ. ഡോക്ടർ ആദ്യമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. അത് ശരിയാ. ഇരിക്കൂ. ശരി ശരി.
ഗസ്റ്റ് ആണെന്നുള്ള പരിഗണനയൊന്നും വേണ്ട. പക്ഷെ ചായ തരും, കുടിച്ചേ പറ്റൂ. ചായ നിർത്തണ്ട, ഊണാവാലോ. ഇന്ന് പറ്റില്ല ഉദയ, ഞങ്ങൾക്ക് അതിന് മുമ്പ് പോണം. ഉച്ചകഴിഞ്ഞ് ഒപ്പിക്ക് നേരത്തെ ചെല്ലണം. അപ്പൊ ചായ ആവാം. ഉം. അല്ല, കാർത്തികയുടെ കണ്ടില്ലല്ലോ. അയ്യോ, എന്നെ അങ്ങ് കൊല്ല്. കാർത്തേച്ചി, ഞാൻ നോക്കിയിട്ട് വരാം. കാർത്തേച്ചി, ചേച്ചി എവിടെ? ഞാൻ കുളിക്കുക. എന്താ? ആ, ഒരു ഗസ്റ്റ് ഉണ്ട്, ഒന്ന് വേഗം വരുമോ? ഷാമ്പു തേക്കാൻ തുടങ്ങുക, കൊറേ താമസിക്കും ഇറങ്ങി വരാൻ. SP അമ്മാവൻ വിളിക്കാറുണ്ടോ ഉദയ? ഇങ്ങോട്ട് വിളിക്കുന്ന പതിവില്ല. നമ്മൾ വിവരങ്ങൾ അങ്ങോട്ട് വിളിച്ചറിയിക്കണം. അമ്മാവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് വിളിച്ചിരിക്കണം, അല്ലെങ്കിൽ പ്രശ്ന. ഇങ്ങോട്ട് അഭിപ്രായങ്ങളില്ല, ആജ്ഞകളേ ഉള്ളൂ. ഇവിടെ ഒരാൾ തലകുനിച്ച് നിന്ന് എല്ലാ അനുസരണയോടെ കേൾക്കുന്നത് വല്യമ്മാവന്റെ മുന്നിൽ മാത്രം. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരനാ. പണ്ട് ഞങ്ങൾക്കൊക്കെ അടുത്ത് ചെല്ലാൻ തന്നെ ഭയമായിരുന്നു. ഇപ്പോഴാ അമ്മാവൻ സൗമ്യമായിട്ട് ഇടപെടുന്നത്. ഡോക്ടർക്ക് ബോറടിക്കുന്നുണ്ടോ? ഏയ്, എന്റെ അച്ഛനും ഇതുപോലെയൊക്കെയാണ്. അപ്പോഴേ ഞാൻ ഡ്രൈവറായിട്ട് വന്നേ ഉള്ളൂ. ഇവർക്ക് തമ്മിൽ എന്തോ സംസാരിക്കാനുണ്ട് ഉദയ. തമ്മിലെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. എനിക്ക് നന്ദനയോടെ സംസാരിക്കാനുള്ളത്. അത് ഒതിയേട്ടിന് കേൾക്കുന്നത് നന്നായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നന്ദനയോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രായം കഴിഞ്ഞുള്ള പ്രസവം, ഐ മീൻ ഫസ്റ്റ് ഡെലിവറി റിസ്കാ. മുപ്പത്തഞ്ചും 40 വയസ്സുള്ള സ്ത്രീകൾ പണ്ട് പ്രസവിക്കുമായിരുന്നു. അന്നത്തെ ആരോഗ്യസ്ഥിതി അല്ല ഇന്ന്. മനുഷ്യന്റെ ആയുസ് കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യം പരിങ്ങല്ല. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളത് കേരളത്തിലാ. എണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ജനറലൈസേഷൻ അവിടെ നിൽക്കേണ്ട സന്ധ്യയെ, നമ്മുടെ മാറ്ററിലേക്ക് വാ. ഒരു തുടക്കത്തിന് വേണ്ടി പൊതുവായ കാര്യങ്ങൾ പറഞ്ഞതാ. നന്ദനിക്ക് ഇതുവരെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. അതിനുള്ള പോസിബിലിറ്റി തുറന്നു പറയാം, ഐ എം നോട്ട് ഷുവർ. എന്റെ തൃപ്രയാറപ്പാ. ഇനി അത് ദൈവത്തിന്റെ കയ്യില. ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനും പരമാവധി ട്രൈ ചെയ്യാം. ഡോക്ടർ തലകുത്തി നിന്നാലും ഒരു ചുക്ക് സംഭവിക്കില്ല. ദൈവം എന്റെ കയ്യിൽ ഒരു മരുന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനം ഇപ്പൊ നടക്കുന്നത്. അതങ്ങനെ വരൂ. പ്രതീക്ഷ കൈവിടാൻ വേണ്ടി പറഞ്ഞതല്ല. ട്രീറ്റ്മെന്റിനും പ്രാർത്ഥനയ്ക്കും എന്നും അതിൻ്റെതായ ഫലം ഉണ്ടായിട്ടുണ്ട്.
മെഡിക്കൽ സയൻസിന് റെസ്പെക്ട് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥനയെ തള്ളി പറയുന്നില്ല. ഞാനെന്നല്ല, കോമൺ സെൻസ് ഉള്ള ഒരു ഡോക്ടറും പ്രാർത്ഥനയെ തള്ളി പറയില്ല. ജീവിതത്തെ പറ്റി വേറിട്ട കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉള്ള ആളാണ് ഉദയൻ. 10-80 വർഷം മാത്രമുള്ള ഈ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളാണോ വലുത്, അതോ ജീവിതമാണോ? ഒന്നിനെയും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ സജി. പിന്നെന്താ? അമ്മയുടെ മരണം, അത് ഞങ്ങളിൽ ഏൽപ്പിച്ച ആഘാതം, അതിനെ തുടർന്ന് ഒരു കുഞ്ഞ് എന്ന ആലോചന സജീവമായത്. കാരണം അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്. അതിനെ ചൊല്ലി ഇവിടെ പല സംസാരങ്ങളും പിന്നെ പിണക്കങ്ങളും ഉണ്ടായി. എല്ലാം സന്ധ്യക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിറ്റുവേഷൻ നന്നായി മനസ്സിലാവുന്നുണ്ട്. അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സന്ധ്യക്ക് ഒരു സജഷൻ ഉണ്ട്, അയാൾ തന്നെ പറയും. എന്താ ഡോക്ടർ? ഒരു ഓപ്ഷനാണ്, ആ അർത്ഥത്തിൽ എടുത്താൽ മതി. ഉദയന്റെ നന്ദനയുടെ മുമ്പിലല്ലേ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് അഡോപ്ഷന്റെ കാര്യം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം ആലോചിച്ചൂടെ? ഡോക്ടർ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് തീരെ പ്രതീക്ഷ വേണ്ടെന്നാണോ? അല്ല നന്ദനെ, ഒരു ഗ്യാപ്പ് ഉണ്ടായാലോ, ഇപ്പോഴത്തെ ഈ വീർപ്പുമുട്ടൽ മാറാൻ വേണ്ടി. സന്ധ്യ എന്തായി പറയുന്നത്? ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിൽ അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസേ ഉള്ളൂ? ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലോ ഡോക്ടർ? അപ്പൊ ദത്തെടുക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ആലോചിച്ചിട്ട് നാളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നേ. പല വശങ്ങളും ആലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. സന്ധ്യ ഒരു സജഷൻ വെച്ചു, ഡിസിഷൻ സാവകാശത്തിലെടുത്താൽ മതി. ദത്തെടുക്കുന്ന പുതിയ സംഭവമല്ല. പുരാണങ്ങളിൽ തുടങ്ങുന്നു അഡോപ്ഷന്റെ കഥകൾ. ദത്തെടുക്കാൻ തീരുമാനിക്കാണോ? ഞാൻ മാത്രമായിട്ടോ? ഇക്കാര്യത്തിൽ തന്റെ ഡിസിഷനാണ് മുൻതൂക്കം. കാരണം വളർത്തേണ്ടത് താനാണ്. ദത്തുപുത്രി എന്ന് പറയാനാവില്ലെങ്കിലും അതുമായി സാമ്യമുണ്ട് എന്റെ ജീവിതത്തിന്. ഉദയന്നൂരെ വിദ്യാഭാരതിയുടെ മകളായി ഞാൻ വളർന്നത് പനക്കലി സുമിത്രയുടെ വളർത്തുമകളായിട്ടാ. പക്ഷെ അച്ഛനുണ്ടായിരുന്നു കൂടെ. എന്നിട്ടും വളർത്തമ്മയുടെ സംരക്ഷണത്തിലെ കുട്ടിക്കാലം അത്ര സുഖമുള്ള ഓർമ്മയല്ല. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവിടെ വളർത്തമ്മയാവാൻ പോകുന്നത് നന്ദനയാ. അതുകൊണ്ട് താരതമ്യങ്ങൾ അപ്രസക്തമാണ്. ഏതെങ്കിലും ഓർഫനേജ് നല്ലേ ദത്തെടുക്കാൻ പറ്റൂ? കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്.
കുട്ടിയുടെ ജീവിതത്തിന് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം. അത്തരം നടപടിക്രമങ്ങൾ തീർച്ചയായും ആവശ്യമാണ്. എത്രയായാലും അനാഥ മന്ദിരത്തിൽ വളർന്ന കുട്ടികൾക്ക് ട്യൂൺ ചെയ്തു വെച്ചൊരു മാനസികാവസ്ഥ കാണും. അമ്മ മരിച്ചതിന്റെ 41-ാം ദിവസം ഓർഫനേജിൽ സദ്യ കൊടുക്കാൻ പോയത് ഓർക്കുന്നില്ലേ? മിക്ക കുട്ടികളുടെ മുഖത്ത് ഞാൻ കണ്ടതൊരു തരം നിസ്സംഗതയാ. ആ മരവിപ്പിൽ നിന്നും ഒരു കുട്ടിക്കെങ്കിലും പൊതുജീവിതം കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? പക്ഷേ ആ കുട്ടി എന്നും കുട്ടിയായി തന്നെ ഇരിക്കില്ല, വളരും. എപ്പോഴെങ്കിലും ഒരിക്കൽ അറിയും താനൊരു അഡോപ്റ്റഡ് ചൈൽഡ് ആയിരുന്നു എന്ന്. പിന്നെയുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും ഓർക്കുമ്പോഴാ ടെൻഷൻ. ജനിച്ച 1-2 മാസം പ്രായമായ കുഞ്ഞുങ്ങളെയും ദത്തെടുക്കാൻ കഴിയും. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ അച്ഛനമ്മമാരുടെ ഓർമ്മകളില്ല. ബുദ്ധി ഉറയ്ക്കുന്ന നാൾ മുതൽ കാണുന്നത് അഡോപ്റ്റ് ചെയ്തവരെയാണ്. അവരാണ് അതിൻ്റെ അച്ഛനും അമ്മയും. അഗതി മന്ദിരങ്ങളിൽ നിന്ന് അല്ലാതെയും കുട്ടികളെ കിട്ടും. രോഗം കാരണോ ദുരിതം കാരണമോ വളർത്താൻ കഴിയാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏൽപ്പിക്കുന്ന ആളുകളുണ്ട്. ഏയ്, അത് ശരിയാവില്ല. ശരിക്കുള്ള അച്ഛനമ്മമാർ അപ്പുറത്തുണ്ടല്ലോ. അവരുടെ നിഴൽ അതൊരിക്കലും വേണ്ട. എവിടെ നിന്നായാലും അഡോപ്ഷൻ എന്ന തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ ആലോചിക്കുന്നു എന്നല്ലേ ഉള്ളൂ. വളർത്തമ്മയാവാനല്ല, അമ്മയാവാനാണ് ഏത് സ്ത്രീ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന്റെ അവസാന വാതിലും അടയുമ്പോ അപ്പം മാത്രം ദത്തെടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചാ മതി. സന്ധ്യ ഡോക്ടർ അഡോപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും പ്രതീക്ഷയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ അടച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചില്ലേ? പക്ഷെ എത്ര നാൾ കാത്തിരിക്കണമെന്ന് ഡോക്ടർക്കും അറിയില്ല. ഒരു തീരുമാനം പറയൂ, നമുക്കതങ്ങ് ഉറപ്പിക്കാം. ഒന്നുകിൽ ദത്തെടുക്കാം, അല്ലെങ്കിൽ ഈ ആലോചന ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഞാൻ എത്തിച്ചേരുന്നൊരു പോയിന്റ് ഉണ്ട്. ആരുടെയോ രക്തത്തിൽ ജനിച്ചൊരു കുഞ്ഞിനെ മനസ്സുകൊണ്ട് പൂർണ്ണമായി അംഗീകരിക്കാൻ തനിക്കും എനിക്കും മടിയുണ്ട്. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം സ്വയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും സക്സസ് ആവില്ല. അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടി അത് നമ്മുടെ സ്വന്തം ബ്ലഡല്ല. ആ ഒരു ബോധം എന്നും നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയല്ലെന്ന് നടിക്കാം. നാട്യങ്ങൾക്ക് സമയപരിധിയുണ്ട്. നാടകത്തിലായാലും ജീവിതത്തിലായാലും ചമയങ്ങൾ അഴിച്ചാൽ പിന്നെ അഭിനയിക്കേണ്ട ആവശ്യമില്ല. നാടകത്തിൽ കർട്ടൻ വീഴും, ജീവിതത്തിലോ തുടർന്നുള്ള അഭിനയം അരോചകമായിരിക്കും. അതുകൊണ്ട് മറ്റാരുടെയും കുട്ടിയെ നമുക്ക് വേണ്ടെന്ന് തീരുമാനിക്കാം. എന്താ താൻ ആലോചിക്കുന്നത്? ഒരു കുട്ടിയുടെ മുഖം പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നു. എന്താ ഇതുവരെ അതിനെപ്പറ്റി ആലോചിക്കാത്തെന്ന് ഓർത്തതാ. ആരാന്ന് മനസ്സിലായോ? കാർത്യായനി.